ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. സാംസ്കാരിക ചരിത്രത്തിന്, വിശേഷിച്ച് നാടകപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. അച്ഛൻ്റെ പേര് കുഞ്ഞനന്തൻ നായർ എന്നാണ്. സഞ്ജയനാണ് തിക്കോടി എന്നുള്ള പേര് കൊടുത്തത്. കുട്ടിയിൽ മുതലേ നാടകവുമായിട്ടും സാഹിത്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിനടുത്താണ് ചിത്രകാരൻ MP ദേവേട്ടൻ താമസിച്ചിരുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവരെല്ലാവരും സാഹിത്യകാരന്മാരും എല്ലാവരും കൂടെ ദേവേട്ടൻ്റെ വീട്ടിലിരിക്കും. ഞാനും ഉണ്ടാവും കൂടെ. ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ പിന്നോട്ട് പോവുക ചെയ്യുക. സ്ക്രിപ്റ്റ് വായിക്കാനോ ഒക്കെ എന്താണെന്നറിയില്ല, എന്തോ ഒരു താല്പര്യക്കുറവ്. എന്നെ അക്ഷരശുദ്ധി ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഖാന്, ശ്രീധരനുണ്ണി, നമ്പീശൻ ഇവരൊക്കെയാണ് എന്നെ നിർബന്ധിച്ച് വായിക്കാനും അഭിനയിക്കാനും ഒക്കെ ചെയ്ത്. പിന്നെ അതിലേക്ക് താല്പര്യമായി. 24 ഡിസംബറിലാണ് ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം എക്സിക്യൂട്ടീവായി പ്രൊമോഷൻ കിട്ടിയത്. പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാമും ചെയ്യാൻ എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സെക്ഷൻ ഒഴികെ ബാക്കി എല്ലാ സെക്ഷനും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു ആകാശവാണി. കാരണം നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, സ്റ്റുഡിയോ ഉണ്ടാവില്ല. അതിന് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് തമ്മിൽ അടിയായിരിക്കും. പക്ഷേ ആ സ്റ്റുഡിയോക്കുള്ള അടി ആ സമയത്തേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്നേഹത്തോടു കൂടി പെരുമാറും. 33 കൊല്ലം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചെമ്മീനിൽ കാർത്തമ്മയായിട്ട് അഭിനയിച്ചു, ഉമ്മാച്ചുമായിട്ട് അഭിനയിച്ചു, കാലത്തിൽ സുമിത്രയായിട്ട്, കുട്ടിയായിട്ടും വലിയ സുമിത്രയായിട്ടും അഭിനയിച്ചു. ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിരിക്കുമ്പോൾ സെക്ഷൻ ഹെഡായിട്ട് KM മുരളീധരൻ ഉണ്ടായിരുന്നു, G ഭാർഗവൻപിള്ള ഉണ്ടായിരുന്നു, പിന്നെ മുഹമ്മദ് റോഷൻ ഉണ്ടായിരുന്നു, മള്ളൂർ രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നെ വഴിവിളക്ക് എന്നുള്ള ഒരു പരിപാടി, വിദ്യാഭ്യാസ പരിപാടിയിലുണ്ടായിരുന്നു. അതിൽ AP മെഹ്റലിയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. AP മെഹ്റലി അതുപോലെ അതിലും സ്റ്റോക്ക് ക്യാരക്ടറായിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു വഴിവിളക്കിൽ. അതിലും ഞാനും ഖാനും തന്നെയായിരുന്നു. പിന്നെ വിരിങ്ങൽ നാരായണി എന്ന് പറഞ്ഞ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ആർട്ടിസ്റ്റ്, അവരും ഉണ്ടായിരുന്നു. ശബ്ദത്തിൻ്റെ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, ഞാൻ അത്രയ്ക്ക് ആസ്വദിച്ചാണ് ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തത്. ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വർക്ക് ലോഡ് കൂടുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എങ്കിൽ പോലും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ജോലിയായിരുന്നു. ഇഷ്ടപ്പെട്ട ജോലി ചെയ്തു. ആ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് പിരിഞ്ഞത്. അന്ന് അവിടെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു. G ശങ്കരക്കുറുപ്പ് സാറ്, P ഭാസ്കരൻ, K പത്മനാഭൻ നായർ തുടങ്ങി ഒരുപാട് പേര്. എല്ലാവരുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് പറയാം. ആകാശവാണിയുടെ സുവർണ കാലമായിരുന്നു അത്. പക്ഷേ എനിക്ക് ഇവരെ മഹത്വങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അവരുടെ കൂടെ കളിക്കും. അച്ഛൻ ജോലി ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ലൈവ് സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവരാണ് എന്നെ ശ്രദ്ധിച്ചിരുന്നതും കളിപ്പിച്ചിരുന്നതും ഒക്കെ. അവിടെ ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, ലക്ഷ്മി ദേവി ന്യൂസ് റീഡറായിരുന്നു. പിന്നെ മായ ചേച്ചി ഉണ്ടായിരുന്നു, സിൽവേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ മായ ചേച്ചിയും ലക്ഷ്മി ചേച്ചിയാണ് കൂടുതലും ഞാനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ നീലക്കുയിൽ അഭിനയിച്ച K ബാലകൃഷ്ണ മേനോൻ ഉണ്ടായിരുന്നു. ബാലച്ചമ്മൻ എന്നാണ് ഞാൻ വിളിക്കുക. പിന്നെ ഉറൂബ് ഉണ്ടായിരുന്നു, ഉറൂബിനെ ഞാൻ PC അമ്മാവൻ എന്നാണ് വിളിക്കുക. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം കക്കാട് മാഷ്, കൊടുങ്ങല്ലൂർ മാഷ് തുടങ്ങി, അക്കിത്തം തുടങ്ങി പലരും വന്നു. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റ അഭിമാനമുണ്ട്. കാരണം ഇത്രയും വലിയ വലിയ ആളുകളായിരുന്നല്ലോ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നതും പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടും ഇവരായിരുന്നല്ലോ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ പിന്നെ ആകാശവാണിയായിട്ട് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ കാർഷിക രംഗം പോലെ പരിപാടി ഉണ്ടായിരുന്നു. അത് നാട്ടിൻപുറം എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ബാലകൃഷ്ണ മേനോൻ, ലക്ഷ്മി ചേച്ചി ഇവരൊക്കെ നാടൻ പാട്ടുകൾ പാടും. പിന്നെ സ്കിറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒരിക്കൽ കുറേ കുട്ടികളെ വെച്ച്
ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിൽ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പം ഞാൻ ഒരു വാക്ക് വായ തുറന്ന് സംസാരിക്കില്ല, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു, മോളെ നീ ഒന്നും പറയണ്ട, നീ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അത് പറഞ്ഞു. അതിനുള്ള പ്രതിഫലം എന്തായിരുന്നു വെച്ചാൽ അന്ന് 1 ഉറുപ്പ്യ. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും 1 ഉറുപ്പ്യായിരുന്നു പ്രതിഫലം കിട്ടിയത്. അതായിരുന്നു ആകാശവാണിയിലെ എൻ്റെ ആദ്യത്തെ പ്രക്ഷേപണം. പിന്നെ തുടർച്ചയായി പല കാര്യങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നു. അന്ന് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഡയറക്ടറായിട്ട് PV കൃഷ്ണമൂർത്തി സാറ് വന്നിരുന്നു. അങ്ങേര് വന്ന് ജോയിൻ ചെയ്തതിൻ്റെ ശേഷം എല്ലാ പരിപാടികളും റിഹേഴ്സലാണെങ്കിലും ശരി, റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, അങ്ങേര് സ്റ്റുഡിയോയിൽ ഉണ്ടാവും, ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഉണ്ടാവും. സർവകലാവല്ലഭൻ എന്ന് വിളിക്കണം അദ്ദേഹത്തെ, അങ്ങനെയായിരുന്നു. എന്നെ കാണുമ്പോൾ കൊച്ചു കുട്ടിയായതുകൊണ്ടായിരിക്കണം ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ ലിറ്റിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നായിരുന്നു വിളിക്കുക. അത് അന്വർത്ഥമായി ഞാൻ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ആകാശവാണിയിൽ ചേർന്നു. ചെറുപ്രായത്തിൽ ആകാശവാണിയിൽ ഉണ്ടായിരുന്നപ്പം ഒരു കുടുംബം പോലെ ആയിരുന്നല്ലോ ആകാശവാണി. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലോടിയത് ആകാശവാണിയിലുള്ള ജോലി. കാരണം ഇങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം വേറെ എവിടെയും ഒരു ഓഫീസിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ആകാശവാണിയിൽ ജോലി മതിയെന്നായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ടീച്ചറാക്കണം എന്നായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ എൻ്റെ മകൾ അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. അവൾ ടീച്ചറായി. ഞാൻ ആകാശവാണിയിൽ കയറി. പക്ഷേ അതിൽ അച്ഛൻ്റെ കൈകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു സംസാരം, പക്ഷേ ഇല്ല. ഈശ്വര ഭാഗ്യം കൊണ്ടും എൻ്റെ താല്പര്യം കൊണ്ടും ആയിരിക്കണം എനിക്ക് ആ ജോലി കിട്ടി. അച്ഛൻ്റെ കൂടെ ഒരു 1-1.5 കൊല്ലത്തോളം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്ത് ലാളിച്ചാലും ഓമനിച്ചാലും ആകാശവാണിയിലെത്തിയാൽ അച്ഛൻ ഡ്രാമ പ്രൊഡ്യൂസറും ഞാൻ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റുമാണ്. ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രഗത്ഭരായ എല്ലാ ആർട്ടിസ്റ്റുകളെയും പരിചയമുണ്ട്. M. കുഞ്ഞാണ്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, ശാന്താദേവി, വിലാസിനി, ഇങ്ങനെ തുടങ്ങിയ LC സുകുമാരൻ തുടങ്ങി ഒരുപാട് പേരിന്, വിക്രം നായർ, കൊല്ലേരി ശിവരാമൻ. ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഖാൻകാവിൽ, ഗംഭീരമായ ശബ്ദത്തിൽ. അപ്പം ഞാനും തമാശയായിട്ട് ഞാൻ പുഷ്പകുമാരി എന്നാൽ ഞാനും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ അനൗൺസറായിട്ട് ട്രാൻസ്ഫറായി വന്നതാണ് തൃശ്ശൂരിൽ നിന്ന്. ഖാൻ മരിക്കുന്നവരെ ആ സൗഹൃദം തുടർന്നു പോയി. ഖാന് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ജീവിതം പണയം വെച്ച ഒരു മനുഷ്യൻ തന്നെ പറയാം. അതുപോലത്തെ നാടകങ്ങളും ചെയ്തിട്ടുണ്ട്, അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. വയലും വീടും പരിപാടിയിൽ ശ്രീധരനുണ്ണിയും PS നമ്പീശൻ, ഇവർ 2 പേരും ഗ്രാമശ്രീ എന്നുള്ള പരിപാടിയിൽ 8 മിനിറ്റ് സ്കിറ്റ്, അത് വർഷങ്ങളോളം പോയിട്ടുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ ഞാനും ഖാനുമായിരുന്നു. ആ സ്കിറ്റ് കാരണമാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. അച്ഛനെ കോഴിക്കോട്ടുകാർ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. കാരണം തിക്കോടിയിൽ നിന്ന് ഇവിടെ വന്നതാണെങ്കിൽ പോലും അച്ഛൻ കോഴിക്കോട്ടുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. എഴുതി തെളിഞ്ഞവരോടും എഴുതി തുടങ്ങുന്നവരോടും അച്ഛൻ ഒരേ തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ MT, NP മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം, പട്ടത്തുള്ള കരുണാകരൻ, ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരേ വീട്ടിൽ ഒരേ അമ്മ മക്കളെ പോലെയായിരുന്നു അവർ. കാരണം ഒരാൾ ഒരു ബുക്ക് വാങ്ങി വായിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പറയും, എടാ ഇത് നല്ല ബുക്കാണ് നീ വയ്ക്കുന്നു പറഞ്ഞ് ഇവരിങ്ങനെ തമ്മിൽ കൊടുത്തു വായിക്കും. പിന്നെ അവരവരെ കൃതികളെ പറ്റിയിട്ട് വിമർശിക്കും. അതുപോലെ നന്നായാൽ അങ്ങേയറ്റം സന്തോഷിച്ച് അതിനനുസരിച്ച് ട്രീറ്റ് വാങ്ങലും അങ്ങനെയൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പം അച്ഛനോടുള്ള സ്നേഹവും ആദരവും കാരണമായിരിക്കും എല്ലാവർക്കും ആ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചവരും ഒക്കെ അവിടെ ഖാനാണെങ്കിലും ശരി, നമ്പീശൻ, ശ്രീധരനുണ്ണി എങ്ങനെയാണ് ഒരു സഹോദരിയോട് പെരുമാറുന്നത്, അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് അത്രയ്ക്കും അടുപ്പത്തിലുമാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു വിരസതയോ ആകാശവാണിയിലെ ജോലിയിൽ നിന്ന് തോന്നിയില്ല. അത് കൊടുങ്ങല്ലൂർ മാഷാണെങ്കിലും ശരി, തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. പിന്നെയുള്ളത് കിത്തമക്കിത്തോ അതെ. പിന്നെയുള്ള അനൗൺസർമാരായുള്ള V. നാരായണൻ, V. സുകുമാരൻ, കാപ്പിൽ V. സുകുമാരൻ, മാലിന്യൊക്കെ പിന്നെ എൻ്റെ പ്രായത്തിലുള്ളവരാണ്, സിൽവേച്ചി, ഇവരൊക്കെ ഈ ഒരു രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അന്ന് ആകാശവാണിയിൽ ഡ്രാമ വോയിസ് ആയിട്ട് രാജം K. നായരും അഹമ്മദ് ഓയ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും നാടകം ഉണ്ടെങ്കിൽ ആളുകൾ ഇതിനായിട്ട് സമയം നോക്കി കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഞാനൊക്കെ ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ട്, കാരണം കുട്ടികൾ ആകാശവാണി കാണാൻ വരും, ആൾക്കാർ കാണാൻ വരും. ആ സമയത്ത് ഈ സിനിമാ നടന്മാരെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ പൊതിയുന്നത് പോലെയാണ് ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് അഹമ്മദോയെ കണ്ടിരുന്നത്. ആ സ്ഥാനം പിന്നെ ഖാൻകാവിലാണ് ഏറ്റെടുത്തത്. ഇതുപോലെയായിരുന്നു. നാടകം എന്ന് പറഞ്ഞാൽ ആളുകൾ മരിക്കും തന്നെ പറയാം, അത്രയ്ക്ക് താല്പര്യമായിരുന്നു നാടകത്തിനോട്. കാരണം അത്രയ്ക്ക് നാടകങ്ങളുണ്ടായിരുന്നു. ആഴ്ചയ്ക്ക് 2 നാടകം എന്തായാലും ഉണ്ടാകും. ഒരു 15 മിനിറ്റും അരമണിക്കൂർ നാടകം. പിന്നെ ദേശീയ നാടകം ഉണ്ടാവും, അത് 1 മണിക്കൂറാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അത് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് വരും, നമ്മൾ മലയാളത്തിലേക്ക് ആക്കി കൊടുക്കും, ബാക്കിയുള്ള ഭാഷകളിലും അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ എല്ലാ സെക്ഷനിലും, ലോകത്തിലാണെങ്കിലും ശരി, വയലം വീട്ടിലാണെങ്കിലും ശരി, എല്ലാ സെക്ഷനിലും നാടകങ്ങളുണ്ടാവും. അന്നത്തെ ഒരുവിധം നോവലുകളൊക്കെ നാടകമാക്കിയിട്ടുണ്ട്. പിന്നെ നോവൽ വായന ഉണ്ടായിരുന്നു. നോവൽ വായന കാപ്പിൽ സുകുമാരനാണ് ചെമ്മീൻ ചെയ്തത്. അപ്പോൾ വായനയായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ പിന്നെ അത് നാടകമായി. അതിൽ കറുത്തമ്മയായിട്ട് ഞാനായിരുന്നു, പിന്നെ പരീക്കുട്ടിയായിട്ട് അബ്ദുള്ള നന്മണ്ട, പഴനിയായിട്ട് ഖാൻകാവിൽ, ചെമ്പൻ കുഞ്ഞായിട്ട് കാപ്പിൽ വി സുകുമാരൻ, ചെമ്പൻ കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് സിൽവേച്ചിയായിരുന്നു. കാണുന്നവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഞങ്ങളത് വളരെ ആസ്വദിച്ച് ചെയ്ത ആണ്. ഇത് മാത്രമല്ല, എല്ലാ നാടകങ്ങളും 3 നാടകങ്ങൾ ആകാശവാണിയിൽ എങ്ങനെ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്ത് വെച്ച് ചെയ്തിരുന്നു ഇൻവൈറ്റഡ് ഓഡിയൻസിൽ. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സ്റ്റുഡിയോയിലാവുമ്പോൾ നമുക്ക് തെറ്റിയാലും തെറ്റ് തിരുത്തി ചെയ്യാൻ പറ്റുമല്ലോ. ഇതല്ലല്ലോ. ഇത് എല്ലാ ഇഫക്റ്റുകളും കൊണ്ടുപോയി, സ്ക്രിപ്റ്റ് കൊണ്ടുപോയി, എല്ലാവരും എങ്ങനെയാണോ സ്റ്റുഡിയോ ഒന്ന് വായിക്കുന്നത്, സ്ക്രിപ്റ്റ് നോക്കി വായിക്കുന്നത്, അങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കണം. അത് വലിയൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്തോ നല്ല കാലത്തിന് അത് 3 നാടകങ്ങളും ഭംഗിയായി പോയി. അത് നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. ഞങ്ങൾ ഈ സ്കൂളും ടേപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലത്തു നിന്നാണ് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നത്. സത്യം പറയാച്ചാൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അത് ഒരുപാട് പുരോഗമിച്ചു പോയി. കാരണം ഈ ഒരു ടേപ്പിൽ എടുത്ത സാധനം റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ചേർത്ത് ഒരു നാടകമായി വരുമ്പം കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാലത്തിനൊത്ത് പുരോഗമിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യത്തിനും പറ്റില്ല. ഇപ്പോൾ തന്നെ ആളുകൾക്ക് ആകാശവാണി ഇഷ്ടമാണ്, ഇല്ല ആകാശവാണി മരിക്കുന്നു എന്നൊക്കെ പറയേണ്ട ഒരിക്കലും ഇല്ല. ആകാശവാണിക്ക് മരിക്കാൻ പറ്റില്ല. ആകാശവാണി ആളുകളുടെ ഹൃദയമാണ്. ആകാശവാണി കേട്ടാലേ ആളുകൾക്ക് ഉറക്കം വരൂ എന്നുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അത് കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി വന്ന് ആകാശവാണി പഴയതിനെക്കാട്ടും കൂടുതൽ ആളുകൾക്ക് അടുപ്പം ഉണ്ടാക്കി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആകാശവാണിയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് എന്താണോ ഉള്ളത്, എന്താണോ ഞാൻ, അത് മുഴുവനും എനിക്ക് തന്നത് ആകാശവാണിയാണ്. നാടകപ്രസ്ഥാനത്തിനും സാംസ്കാരിക മേഖലയ്ക്ക് ആകെയും ഒട്ടേറെ സംഭാവനകൾ നൽകിയ തിക്കോടിയന്റെ മകളും നാടകപ്രവർത്തകയും ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായ ശ്രീമതി എം പുഷ്പകുമാരിയാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.